ഹലോ, എല്ലാവർക്കും ബയോസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ചാപ്റ്ററിലെ അൺടാപ്ഡ് പോർഷൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഡിലീഷന് ശേഷം ഇത് ഒരു ചെറിയ ചാപ്റ്റർ ആയിട്ട് മാറിയിട്ടുണ്ട്. മാക്സിമം ക്വസ്റ്റ്യൻ അതുകൊണ്ട് തന്നെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും വരാൻ ചാൻസ് ഉള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പോകാം വീഡിയോയിലേക്ക്. ടിഷ്യൂ സിസ്റ്റം ആണ് നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത്. ടിഷ്യൂസ് എല്ലാം ഡിലീഷൻ ആയിരുന്നു. ടിഷ്യൂ സിസ്റ്റം മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്: എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ആൻഡ് വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം. അതിൽ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം മാക്സിമം ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നുണ്ട്, വരുന്നുണ്ട്. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിന്റെ പ്രത്യേകത അതിന്റെ ആദ്യത്തെ പോർഷനാണ് എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. എപ്പിഡെർമിസ് ഇസ് ഔട്ടർ മോസ്റ്റ് ലെയർ. ഒരു പ്ലാന്റ് ബോഡിയുടെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. അതിനെ പ്രൊട്ടക്ട് ചെയ്ത് കാണപ്പെടുന്ന ഒരു വാക്സി കോട്ടിംഗ് ഉണ്ട്, അതിന്റെ പേരാണ് ക്യൂട്ടിക്കിൾ. ക്യൂട്ടിക്കിൾ വാട്ടർ ലോസിനെ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ക്യൂട്ടിക്കിൾ റൂട്ടിൽ ആബ്സെന്റ് ആണ്. സ്റ്റെമ്മിന്റെയും ലീഫിന്റെയും എപ്പിഡെർമിസിലാണ് ഉള്ളത്. അതുപോലെ എപ്പിഡെർമിസിൽ കാണപ്പെടുന്ന മൈന്യൂട്ട് ഓപ്പണിങ്സിനെ വിളിക്കുന്ന പേര് സ്റ്റൊമാറ്റ എന്ന് പറയും. അതും റൂട്ടിൽ ആബ്സെന്റ് ആയിരിക്കും. ഈ സ്റ്റൊമാറ്റയിലൂടെയാണ് ട്രാൻസ്പിറേഷനും ഗ്യാസസ് എക്സ്ചേഞ്ചും നടക്കുന്നത്. ഓരോ സ്റ്റൊമാറ്റയും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ബീൻ ഷേപ്പിലുള്ള അല്ലെങ്കിൽ കിഡ്നി ഷേപ്പിലുള്ള ഗോഡ് സെൽസ് കാണപ്പെടുന്നു. ഡൈക്കോട്ടിലെ കിഡ്നി ഷേപ്പിലായിരിക്കും, മോണോകോട്ടിൽ അത് ഡംബൽ ഷേപ്പിലായിരിക്കും. അത് ചോദിച്ചിട്ടുണ്ട്, ഇപ്പൊ ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഷേപ്പ് ഒന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ സ്റ്റൊമാറ്റ പ്രൊട്ടക്ട് ചെയ്ത് കാണുന്ന ഗോഡ് സെൽസിന്റെ ചുറ്റുമായിട്ട് കാണപ്പെടുന്ന സെല്ലുകളെ സബ്സിഡറി സെൽസ് എന്നും പറയാറുണ്ട്. അതും ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. ഈ സ്റ്റൊമാറ്റയും ഗോഡ് സെൽസും അതിന്റെ ചുറ്റുമുള്ള സബ്സിഡറി സെൽസും എല്ലാത്തിനും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ്. അതൊന്നും ഓർത്തിരിക്കുക. എപ്പിഡെർമിസിൽ കാണുന്ന ഔട്ട്ഗ്രോത്തുകളെ എപ്പിഡെർമൽ അപ്പൻഡേജസ് എന്ന് പറയാം. അത് സ്റ്റെമ്മിൽ ഹെയറിന്റെ രൂപത്തിൽ കാണപ്പെടുകയാണെങ്കിൽ ട്രൈക്കോംസ് എന്ന് പറയും. റൂട്ടിലാണെങ്കിൽ റൂട്ട് ഹെയർ എന്ന് പറയും. സ്റ്റെമ്മിലെ ഹെയറിനെ വിളിക്കുന്ന പേര് ട്രൈക്കോംസ് എന്ന് ഓർത്തിരിക്കുക. ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം പരീക്ഷയ്ക്ക് ഇതിൽ നിന്നും കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. ഒരു പ്ലാന്റിന്റെ മെയിൻ ബൾക്ക് ബോഡിയാണ്, അതായത് പ്രധാന ഭാഗമാണ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം. എപ്പിഡെർമിസും അതിന്റെ സൈലോം ഫ്ലോ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ള കംപ്ലീറ്റ് ടിഷ്യൂ സിസ്റ്റത്തിനെയാണ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് ലീഫിലെത്തുമ്പോൾ അതിന്റെ പേര് മീസോഫിൽ എന്നാണ്. സ്ഥിരം പരീക്ഷയ്ക്ക് ഇത് ചോദിക്കുന്നത്. ഒന്നാമത്തെ വരി ശ്രദ്ധിക്കുക, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ആൾ ടിഷ്യൂസ് എക്സെപ്റ്റ് എപ്പിഡെർമിസ് ആൻഡ് വാസ്കുലർ ബണ്ടിൽസ് ടുഗദർ കാൾഡ് ആസ് ഗ്രൗണ്ട് ടിഷ്യൂ. ഓർത്തിരിക്കുക. ഈ ഗ്രൗണ്ട് ടിഷ്യൂ നിർമ്മിച്ചിരിക്കുന്നത് പാരങ്കൈമ, കോളങ്കൈമ, സ്ക്ലീരങ്കൈമ കൊണ്ടാണ്. പിന്നെ പാരങ്കൈമ എവിടെയാണ് കാണപ്പെടുന്നത് വെച്ചാൽ അത് കോർട്ടക്സ് റീജിയനിലെ പെരിസൈക്കിൾ, പിത്ത്, മെഡുലർ റൈസ്, പിന്നെ പ്രൈമറി സ്റ്റെമ്മിലും റൂട്ടിലൊക്കെ പാരങ്കൈമ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ലീവ്സിൽ എത്തുമ്പോൾ ഇതിന്റെ പേര്, ഗ്രൗണ്ട് ടിഷ്യൂസിന്റെ പേര് മീസോഫിൽ എന്നായിരിക്കും. മൂന്നാമത്തെ ടിഷ്യൂ സിസ്റ്റമാണ് വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം. ഇത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. എന്റെ ഫിഗർ തന്നെ തന്നിട്ട് ചോദിക്കുന്നുണ്ട്, ലേബൽ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. രണ്ടു തരം വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം ഉള്ളത്. ഒന്ന് റേഡിയൽ ബണ്ടിൽ, അതുപോലെ കൺജോയിന്റ് ബണ്ടിൽ. റൂട്ടിൽ എപ്പോഴും റേഡിയൽ ബണ്ടിലായിരിക്കും, സൈലോം ഫ്ലോയോ സെപ്പറേറ്റ് ബണ്ടിലായിരിക്കും. കൺജോയിന്റ് ബണ്ടിൽ എന്ന് വെച്ചാൽ സൈലോം ഫ്ലോയോ ഒരുമിച്ച് ഒറ്റ ഗ്രൂപ്പായിട്ട് കാണപ്പെടുന്നതിനെ കൺജോയിന്റ് ബണ്ടിൽ എന്ന് പറയും. ഓർക്കേണ്ടത് സ്റ്റെമ്മിന്റെ ലീവ്സിന്റെ പ്രത്യേകതയാണ്. അപ്പൊ സ്റ്റെമ്മിലും ലീവ്സിലും കൺജോയിന്റ് ബണ്ടിലായിരിക്കും. Conjoined type of vascular bundles, the xylem and phloem are jointly situated along the same radius of vascular bundle. വാസ്കുലർ ബണ്ടിലിന്റെ ഒരേ റേഡിയസ് തന്നെയാണ്, ഒരേ സ്ഥലത്ത് തന്നെയാണ് സൈലം ഫ്ലോയോ കാണപ്പെടുന്നത്. അത് സ്റ്റെമ്മിലും ലീവ്സിലും. ഇതാണ് പ്രത്യേകത, കൺജോയിന്റ് ബണ്ടിലിന്റെ പ്രത്യേകത. മറ്റൊരു കാര്യം, കൺജോയിന്റ് ബണ്ടിൽ രണ്ട് തരത്തിലാവും: ഓപ്പൺ ബണ്ടിലും ക്ലോസ്ഡ് ബണ്ടിലും. അതെന്താണെന്ന് അറിയാം. ക്യാമ്പിയം ഉള്ളത് ഓപ്പൺ, ഇല്ലാത്തത് ക്ലോസ്ഡ് ബണ്ടിൽ. പിന്നെ കൺജോയിന്റ് ബണ്ടിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെ പൊസിഷനാണ്. ഫ്ലോ എപ്പോഴും പുറത്തും അകത്തോട്ടായിരിക്കും സൈലം കാണുന്നത്. റൂട്ടിൽ ചോദിക്കാത്ത ഒരു ഏരിയ ആണ്. അതിന്റെ റൂട്ടിന്റെ ഔട്ടർമോസ്റ്റ് ലെയർ എപ്പിഡെർമിസ് തന്നെ, പക്ഷെ അതിന്റെ റൂട്ടിലെത്തുന്ന പേര് എപ്പിബ്ലമ എന്നാണ്. അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ അതിലുള്ള റൂട്ട് ഹെയറിന്റെ പ്രത്യേകത യൂണിസെല്ലുലാർ ആയിരിക്കും. അതുപോലെ റൂട്ട് കഴിഞ്ഞാൽ അടുത്ത കോർട്ടിക്കൽ റീജിയൻ ഉണ്ട്, കോർട്ടക്സ് ഉണ്ട്. അത് കഴിഞ്ഞാൽ എൻഡോഡെർമിസ് ഉണ്ട്. അത് കഴിഞ്ഞാലുള്ള സിംഗിൾ ലെയറിന്റെ പെരിസൈക്കിൾ എന്നാണ് പറയുന്നത്. റൂട്ടിലാണ് കറക്റ്റ് നമുക്ക് പെരിസൈക്കിൾ ആയിട്ട് കാണാൻ കഴിയുന്നത്. സ്റ്റെമ്മിൽ അത് മോഡിഫൈഡ് ചെയ്തിട്ടാണ് കാണപ്പെടുന്നത്. എൻഡോഡെർമിസിന് ശേഷം, അതായത് എപ്പിഡെർമിസ്, കോർട്ടക്സ്, എൻഡോഡെർമിസിന് ശേഷം കാണുന്ന തിക്ക് വാൾഡ് പാരൻജമാറ്റിക് ലെയറിനെ വിളിക്കുന്ന പേരാണ് പെരിസൈക്കിൾ. പിന്നീട് സൈലം ഫ്ലോയം കാണപ്പെടുന്നുണ്ട്. സൈലത്തിന്റെ ഇടയിലുള്ള പാരങ്കമ ടിഷ്യൂസിനെ കൺജക്റ്റീവ് ടിഷ്യൂ എന്നാണ് അറിയപ്പെടുന്നത്. അതൊരു ക്വസ്റ്റ്യനോട് വേണമെങ്കിൽ ചോദിക്കാം. റൂട്ടിലെ സൈലത്തിനും ആ ഫ്ലോയത്തിനും ഇടയിലായിട്ട് കാണപ്പെടുന്ന പാരങ്കമ ടിഷ്യൂസിനെ വിളിക്കുന്ന പേര് കൺജക്റ്റീവ് ടിഷ്യൂ എന്നാണ്. സ്റ്റെമ്മിൽ എത്തുമ്പോൾ ഇതിന്റെ പേര് മെഡുലർ റൈസ് എന്നാണ്. പിന്നീട് എപ്പോഴും സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഓൾ ടിഷ്യൂ ഇന്നർ ടു എൻഡോഡെർമിസ്. ഈ എൻഡോഡെർമിസിന് ശേഷം കാണുന്ന കംപ്ലീറ്റ് ടിഷ്യൂസിനെ പെരിസൈക്കിൾ മുതൽ
പിത്ത് വരെ സൈലും ഫ്ലോയം ഇൻക്ലൂഡ് ചെയ്തുള്ള ആ കംപ്ലീറ്റ് ടിഷ്യൂസിനെ അറിയപ്പെടുന്ന പേരാണ് സ്റ്റീൽ. അത് സ്ഥിരം ചോദിച്ചിട്ടുള്ളതാണ്. മറ്റൊരു പ്രത്യേകത മോണോകോട്ട് റൂട്ടിന്റെ പ്രത്യേകത ഡു നോട്ട് അണ്ടർഗോ സെക്കൻഡറി തിക്കനിങ്, വണ്ണം വെക്കില്ല. ഡൈക്കോട്ട് റൂട്ടുകൾ വണ്ണം വയ്ക്കും, മോണോകോട്ട് റൂട്ട് വണ്ണം വെക്കില്ല. അത് ഡിഫറൻസ് ആയിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. സ്റ്റെം, സ്റ്റെമ്മിന്റെ പ്രത്യേകത ഔട്ടർ മോസ്റ്റ് ലെയർ എപ്പിഡെർമിസ്, അതിൽ ക്യൂട്ടിക്കിളും എപ്പിഡെർമൽ അപ്പൻഡേജസും സ്റ്റൊമാറ്റയും കാണപ്പെടുന്നുണ്ട്. എപ്പിഡെർമിസ് കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള റീജിയനെ ഹൈപ്പോഡെർമിസ് എന്നാണ് പറയുന്നത്. ഡൈക്കോട്ട് സ്റ്റെമ്മിൽ ഹൈപ്പോഡെർമിസ് കോളൻ കൈമാറ്റസ് ആണ്, കോളൻ കൈമോണ്ടാണ് നിർമ്മിച്ചത്. എന്നാൽ മോണോകോട്ട് സ്റ്റെം എത്തുമ്പോൾ അത് സ്ക്ലീറൻ കൈമാറ്റസ് ആയി, സ്ക്ലീറൻ കൈമോണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഡിഫറൻസ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ എപ്പിഡെർമിസ് തൊട്ട് താഴെ റീജിയനാണ് ഹൈപ്പോഡെർമിസ്. അവിടെ കോളം കൈമ അല്ലെങ്കിൽ സ്ക്ലീറൻ കൈമ കാണപ്പെടുന്നതിന്റെ ഫംഗ്ഷൻ എന്താ? മെക്കാനിക്കൽ സപ്പോർട്ട്. കട്ടിയുള്ള സെല്ലുകളല്ലേ രണ്ടും. ഡൈക്കോട്ടിലാണെങ്കിൽ കോളം കൈമ, മോണോകോട്ടിലാണെങ്കിൽ സ്ക്ലീറൻ കൈമ, രണ്ടും കട്ടിയുള്ള സെല്ലുകളാണ്. അപ്പോൾ എന്തായിരിക്കും പ്രത്യേകത? മെക്കാനിക്കൽ സപ്പോർട്ട് അല്ലെങ്കിൽ സ്ട്രെങ്ത് കൊടുക്കുക എന്നാണ് മെയിൻ ഫംഗ്ഷൻ. പിന്നെ എൻഡോഡെർമിസിന്റെ പ്രത്യേകത, സ്റ്റെമ്മിലെ എൻഡോഡെർമിസിലെ സ്റ്റാർച്ചിന്റെ ഗ്രെയിൻസ്, തരികൾ കാണപ്പെടുന്നതുകൊണ്ട് ഇതിനെ സ്റ്റാർച്ച് ഷീത്ത് എന്ന് അറിയപ്പെടാറുണ്ട്. റൂട്ടിലെ എൻഡോഡെർമിസിന്റെ പ്രത്യേകത നമുക്കറിയാം, വാക്സിൽ ഒരു മെറ്റീരിയൽ ആയ അല്ലെങ്കിൽ വാട്ടർ ഇംപെർമൽ മെറ്റീരിയൽ ആയ സ്യൂവറിൻ കൊണ്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇന്നർ വാളും റേഡിയൽ വാളും, ഇന്നർ ടാൻജൻഷ്യൽ വാളും റേഡിയൽ വാളും സ്യൂവറിൻ എന്ന മെറ്റീരിയൽ കൊണ്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. അതിന് കാസ്പീരിയൻ ട്രിപ്സ് അഥവാ കാസ്പീരിയൻ തിക്കനിങ് എന്നാണ് പറയുന്നത്. സ്റ്റെമ്മിലെത്തുമ്പോൾ അവിടെ സ്റ്റാർച്ചിന്റെ ലെയർ ഉള്ള സ്റ്റാർച്ച് ഷീറ്റ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. അത് ഡിഫറൻസ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ വാസ്കുലർ ബണ്ടിൽസിന്റെ പ്രത്യേകത കൺജോയിന്റ് ആയിരിക്കും, ഓപ്പൺ ബണ്ടിലാണ്. ഡൈക്കോട്ടിൽ ഓപ്പൺ ആണ്, മോണോകോട്ടിൽ അത് ക്ലോസ്ഡ് ബണ്ടിലായിരിക്കും. പിന്നെ എൻഡാർക്ക് മാനറിലാണ് അറേഞ്ച് ചെയ്യുന്നത്. എന്താണ് എൻഡാർക്ക് മാനർ? മെറ്റാസൈലം പുറത്തോട്ടും പ്രോട്ടോസൈലം അകത്തോട്ടും, ചെറിയ സൈലം അകത്തോട്ട് സെൻട്രലിലോട്ടും, വലിയ സൈലം മെറ്റാസൈലം പുറത്തോട്ടും അറേഞ്ച് ചെയ്യുന്ന രീതിയാണ് എൻഡാർക്ക്. റൂട്ടിലാകുമ്പോൾ ഇത് തിരിച്ചായിരിക്കും എക്സാർക്ക് എന്നുള്ളത്. പിന്നെ സൈലത്തിന്റെ പ്രത്യേകത, അത് സൈലം ഫ്ലോയും ബണ്ടിലായിട്ടാണ് കാണപ്പെടുന്നു പറഞ്ഞു. ആ ബണ്ടിൽസിന് ഇടയിലുള്ള പാരങ്കമ ടിഷ്യൂസിനെ മെഡുലറി റേസ് എന്നാണ് പറയുന്നത്. പിന്നെ ഏറ്റവും സെന്റർ പോർഷനെ പിത്ത് എന്നാണ് അറിയുന്നത്. പാരങ്കൈം കൊണ്ടുള്ള പിത്ത് കൊണ്ടാണ് നിർമ്മിച്ചത്. ഇനി ലീഫിനെ കുറിച്ച് പറയാൻ, ലീഫ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏരിയകളാണ്. ഇനി അതിന് ഡിഫറൻസ് ആണ് നമുക്ക് പഠിക്കുന്നത്. ഡൈക്കോട്ട് റൂട്ടും മോണോകോട്ട് റൂട്ടും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ടാബ്ലർ കോളമായിട്ട് തന്നിരിക്കുന്നത്. ഡൈക്കോ റൂട്ടിന്റെ പ്രത്യേകത, സൈലത്തിന്റെ ബണ്ടിൽസ് ഫ്യൂവർ ആണ്, കുറച്ചേ കാണും. മോണോകോട്ടിന്റെ അർത്ഥം തന്നെ വാസ്കുലർ ബണ്ടിൽ അല്ലെങ്കിൽ സൈലത്തിന്റെ ഫ്ലോയത്തിന്റെ എണ്ണം അബണ്ടന്റ് ആയിരിക്കും അല്ലെങ്കിൽ ന്യൂമറസ് ആയിരിക്കും. മോർ ദാൻ 6, 6ൽ കൂടുതൽ കാണും. അതിനെ പോളിയാർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഡൈക്കോട്ട് റൂട്ടില് പിത്ത് സ്മാൾ ആയിരിക്കും, സെന്റർ പോർഷൻ പിത്ത് സ്മാൾ അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ആയിരിക്കും. മോണോകോട്ടിൽ അത് ലാർജും വെൽ ഡെവലപ്ഡ് ആയിരിക്കും, പാരൻകൈമാറ്റസ് ആയിരിക്കും. പിന്നെ ഡൈക്കോട്ട് റൂട്ട് വണ്ണം വെക്കും, സെക്കൻഡറി തിക്കനിങ് നടക്കും. മോണോകോട്ടിൽ വണ്ണം വെക്കില്ല, സെക്കൻഡറി തിക്കനിങ് ആബ്സെന്റ് ആയിരിക്കും. പിന്നെ സൈലത്തിന്റെ ഷേപ്പ്, ഡൈക്കോട്ടില് പോളിഗണൽ ഷേപ്പിൽ അല്ലെങ്കിൽ ഹെക്സാണൽ ഷേപ്പിൽ സൈലും, മോണോകോട്ടിൽ എത്തുമ്പോൾ റൗണ്ട് ഷേപ്പിലുള്ള സൈലും ആയിരിക്കും. ഈ ഒരു വ്യത്യാസം മാത്രമേ റൂട്ടുകൾ തമ്മിലുള്ളൂ. പഠിച്ചു വയ്ക്കുന്നത് നല്ലതായിരിക്കും, പരീക്ഷ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെയും മോണോകോട്ട് സ്റ്റെമ്മിന്റെയും ഡിഫറൻസ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഇപ്പൊ ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ പ്രത്യേകത, വാസ്കുലർ ബണ്ടിൽസ് റിംഗ് പോലെ ബ്രോക്കൺ റിംഗ് മാനർ അറേഞ്ച് ചെയ്യും. മോണോകോട്ട് സ്റ്റെമ്മില് വാസ്കുലർ ബണ്ടിൽസ് അല്ലെങ്കിൽ വാസ്കുലർ സിലിണ്ടർ സ്കാറ്റർ ചെയ്താണ് കാണപ്പെടുന്നത്. ഗ്രൗണ്ട് ടിഷ്യൂവിൽ സ്കാറ്റർ ചെയ്ത് കാണപ്പെടും. അത് ന്യൂമറസ് നമ്പറും ആയിരിക്കും. ഡൈക്കോട്ടിൽ ലിമിറ്റഡ് ആയിരിക്കും, മോണോകോട്ടിൽ അത് ന്യൂമറസ് ആയിരിക്കും. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഡൈക്കോട്ടിൽ കോളൻ കൈമാറ്റസ് ഹൈപ്പോഡെർമിസ് ആണെങ്കിൽ മോണോകോട്ടിൽ സ്ക്ലീറൻ കൈമാറ്റസ് ഹൈപ്പോഡെർമിസ് ആയിരിക്കും. വാസ്കുലർ ബണ്ടിൽസിന്റെ പ്രത്യേകത, ഡൈക്കോട്ടില് അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു സ്ക്ലീറൻ കൈമ ബണ്ടിൽ ക്യാപ്പ് കാണപ്പെടുന്നു. ഓരോ ബണ്ടിലും മുകളിലായിട്ട് ചന്ദ്രകല പോലെ ലൂണാർ ഷേപ്പിൽ പാച്ചസ് ആയിട്ട് സ്ക്ലീറൻ കൈമ കൊണ്ട് ലെയർ കാണപ്പെടും. അതിനെ ബണ്ടിൽ ക്യാപ്പ് എന്നാണ് പറയുന്നത്. അത് മോണോകോട്ട് സ്റ്റെമ്മിൽ എത്തുമ്പോൾ ബണ്ടിൽ ഷീത്ത് ആയിട്ട് കാണും. ഫുൾ ബണ്ടിലിനെ പ്രൊട്ടക്ട് ചെയ്ത് സ്ക്ലീറൻ കൈമ ബണ്ടിൽ ഷീത്ത് ആയിട്ട് കാണപ്പെടുന്നു. പിന്നീട് ഫ്ലോയത്തിന്റെ സ്ട്രക്ചർ എടുക്കുമ്പോൾ ഫ്ലോയത്തില് പാരൻകൈമ പ്രസന്റ് ആയിരിക്കും. എന്നാൽ മോണോകോട്ടിൽ എത്തുമ്പോൾ ഫ്ലോയം പാരൻകൈമ അത് ആബ്സെന്റ് ആയിരിക്കും. ടെസ്റ്റിലെ പോയിന്റ് ആയിട്ട് അത് പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ മോണോകോട്ട് സ്റ്റെമ്മിന്റെ മറ്റൊരു പ്രത്യേകത, വാട്ടർ ഫിൽഡ് ക്യാവിറ്റീസ് പ്രസന്റ് ആണ്. സൈലത്തിന്റെ ഇടയിലൊക്കെ പ്രോട്ടോസൈലം ലാക്യുന എന്ന പേരിൽ വാട്ടർ ഫിൽഡ് ക്യാവിറ്റി കാണപ്പെടും. അത് ഡൈക്കോട്ടിൽ ആബ്സെന്റ് ആയിരിക്കും, മോണോകോട്ടിൽ പ്രസന്റ് ആയിരിക്കും. പിന്നെ വാസ്കുലർ ബണ്ടിലിന്റെ പ്രത്യേകത, കൺജോയിന്റ് ബണ്ടിലാണ് സ്റ്റെമ്മില്, അത് ഓപ്പൺ ബണ്ടിലായിരിക്കും. ഡൈക്കോട്ട് സ്റ്റെമ്മിൽ ഓപ്പൺ ബണ്ടിലായിരിക്കും, മോണോകോട്ട് സ്റ്റെമ്മില് ക്ലോസ്ഡ് ബണ്ടിലായിരിക്കും, ക്ലോസ്ഡ് കൺജോയിന്റ്. ഡൈക്കോട്ട് ലീഫിന്റെയും മോണോകോട്ട് ലീഫിന്റെയും ഡിഫറൻസ് നോക്കാം. ഇതിപ്പോ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡൈക്കോട്ട് ലീഫിന്റെ മറ്റൊരു പേര് ഡോഴ്സി വെൻട്രൽ ലീഫ്, ബിക്കോസ് ഡോഴ്സൽ വെൻട്രൽ സൈഡ് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നതുകൊണ്ട്. മോണോകോട്ട് ലീഫിന്റെ പ്രത്യേകത ഐസോ ബൈലാറ്ററൽ ലീഫ്, കാരണം
രണ്ട് സൈഡും ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അഡാക്സിൽ എപ്പിഡെമിസ് അഥവാ അപ്പർ എപ്പിഡെമിസിനേക്കാൾ കൂടുതൽ സ്റ്റൊമാറ്റ കാണപ്പെടുന്നത്, നമ്പർ ഓഫ് സ്റ്റൊമാറ്റ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ലോവർ എപ്പിഡെമിസ് അല്ലെങ്കിൽ അബാക്സിൽ എപ്പിഡെമിസിലായി. അത് ഡൈക്കോട്ടിന്റെ പ്രത്യേകതയാണ്. എന്നാൽ മോണോക്കോട്ട് ലീഫിൽ രണ്ട് സൈഡ് ഈക്വൽ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും ഈക്വൽ നമ്പർ ഓഫ് സ്റ്റൊമാറ്റയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഇതിന്റെ മീസോഫിൽ ടിഷ്യൂ, ഗ്രൗണ്ട് ടിഷ്യൂവിനെ പാലിസൈഡ്, സ്പോഞ്ചി, പാരങ്കമറായിട്ട് തിരിച്ചിട്ടുണ്ട്, ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ മോണോക്കോട്ട് ലീഫിൽ അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. ഡൈക്കോട്ട് ലീഫിലെ സ്പെഷ്യൽ ബുള്ളിഫോം സെൽസ് ആബ്സെന്റ് ആണ്. എന്നാൽ മോണോക്കോട്ട് ലീഫില് അപ്പർ എപ്പിഡമിസില് വാട്ടർ ഫിൽഡ് ആയിട്ടുള്ള മോട്ടോർ സെൽസ് അല്ലെങ്കിൽ ബുള്ളിഫോം സെൽസ് കാണപ്പെടുന്നു. എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ? കേളിംഗ് ഓഫ് ലീഫ് ആൻഡ് മിനിമൈസിങ് വാട്ടർ ലോസ്. വാട്ടർ ലോസ് അല്ലെങ്കിൽ ട്രാൻസ്പിറേഷനെ പ്രിവെന്റ് ചെയ്യാനും ലീഫ് കേൾ ചെയ്യാനും സഹായിക്കുന്നു. ഈ ലീഫ് കേൾ ചെയ്യുന്നതോടൊപ്പം അതിന്റെ വാട്ടർ ലോസിനെ അത് പ്രിവെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഓർത്തിരിക്കും. അപ്പൊ ബുള്ളിഫോം സെൽസ് പ്രസന്റ് മോണോക്കോട്ടിലും ഡൈക്കോട്ടിലും ആബ്സെന്റ് ആയിരിക്കും. പിന്നെ ഡൈക്കോട്ട് ലീഫിന്റെ വീനേഷൻ റെട്ടിക്കുലേറ്റീവ് വീനേഷൻ, മോണോക്കോട്ടിലെ പാരലൽ വീനേഷൻ. ഡിഫറൻസ് ഓർത്തിരിക്കും. അടുത്തത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ, റൂട്ടും സ്റ്റെമ്മും തമ്മിലുള്ള ഡിഫറൻസ്. റൂട്ടിൽ സൈലം എക്സാർക്ക് ആണെങ്കിൽ സ്റ്റെമ്മിൽ എൻഡാർക്ക് ആയിരിക്കും. അതായത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വലിയ സൈലം മെറ്റാസൈലം സെൻട്രലിലും ചെറിയ സൈലം പ്രോട്ടോസൈലം ഔട്ട്സൈഡുമായിട്ട് അറേഞ്ച് ചെയ്യുന്നതിനാണ് എക്സാർക്ക് മാൻ എന്ന് പറയുന്നത് റൂട്ടിന്റെ പ്രത്യേകത. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് സ്റ്റെമ്മിലെ എൻഡാർക്ക്. റൂട്ടിന്റെ ബണ്ടിൽ റേഡിയൽ ബണ്ടിലാണ്, സൈലോം ഫ്ലോയും സെപ്പറേറ്റ് ബണ്ടിലാണെങ്കിൽ സ്റ്റെമ്മിൽ അത് കൺജോയിന്റ് ബണ്ടിലായിരിക്കും. സൈലോം ഫ്ലോയോ ഒരുമിച്ചാണ് കാണപ്പെടുന്നത്. റൂട്ടിൽ ക്യൂട്ടിക്കൽ ആബ്സെന്റ് ആണ്, സ്റ്റെമ്മിൽ അത് പ്രസന്റ് ആണ്. റൂട്ടിൽ സ്റ്റൊമാറ്റോ ആബ്സെന്റ് ആണ്, സ്റ്റെമ്മിൽ അത് പ്രസന്റ് ആണ്. റൂട്ടിൽ കാസ്പേരിയൻ ട്രിപ്സ് അതുപോലെ കാസ്പേരിയൻ തിക്കനിങ് എൻഡോഡെർമിസിൽ പ്രസന്റ് ആയിരിക്കും, സ്റ്റെമ്മിൽ അത് ആബ്സെന്റ് ആയിരിക്കും. റൂട്ടില് ഹോമോജീനസ് കോർട്ടക്സ് ആണ്, പാരങ്കൈമ മാത്രമുള്ള കോർട്ടക്സ് ആണെങ്കിൽ സ്റ്റെമ്മിൽ അത് ഹെട്രോജീനസ് കോർട്ടക്സ് ആണ്. പാരങ്കൈമ, കോളൻകൈമ, ഫ്ലോറൻകൈമ തുടങ്ങിയ ടിഷ്യൂസ് കൊണ്ടാണ് നിർമ്മിച്ചത്. അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ ഇതിൽ കൂടുതൽ പോയിന്റ് ഒന്നും ചോദിക്കാനില്ല, ഡിസ്കസ് ചെയ്യാനുമില്ല. കാരണം എല്ലാ പോയിന്റും പരീക്ഷയിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോദിക്കാത്ത ഒന്ന് രണ്ട് പോയിന്റ്സ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഡിഫറൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡിഫറൻസ് നന്നായിട്ട് പഠിക്കുക. ഡിഫറൻസ് പലതവണ ചോദിച്ച് കാണുന്നുണ്ട്, പല രീതിയിലാണ് ചോദിക്കുന്നത്. ഡയറക്റ്റ് എഴുതാനും ചോദിക്കും, അല്ലെങ്കിൽ തന്നിട്ട് അത് രണ്ട് കോളത്തിൽ അറേഞ്ച് ചെയ്യാനും ചോദിക്കുന്നുണ്ട്. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കൂടുതലുള്ള ഏരിയകൾ, കൺജക്റ്റീവ് ടിഷ്യൂകളുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക, ഓർത്ത് പഠിക്കുക. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു.